ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നൊരു മൺഡേ ആണ്. മൺഡേ ബ്ലൂസാണ് എൻ്റെ അമ്മയുടെ മുഖത്ത് കാണുന്നത്. അപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ബൈത്തേടെ നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് എണീറ്റ് പാടും ഒരു ചായ വേണം. അപ്പം ഞാൻ ആ ചായ ഇടാനുള്ള പുറപ്പാടിലാണ്. മൺഡേ ആയതുകൊണ്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കാരണം അറിയാമല്ലോ, മൺഡേന് ആർക്കും ഇഷ്ടമില്ല, പാവം മൺഡേ. അങ്ങനെ ഇനിയിപ്പോൾ ഓഫീസിൽ പോകണം, മിത്തുവിന് സ്കൂളിൽ പോകണം, ഫുള്ള് ജഗ പുകയാണ്. അപ്പോൾ നമുക്കെന്താ രാവിലത്തെ ചായ ഇടാം. ചായ, ഞാനൊരു ചായ പേഴ്സൺ അല്ല. വീട്ടിൽ ബാക്കി എല്ലാവർക്കും ചായ ഇഷ്ടം, എനിക്ക് മാത്രമാണ് കോഫി ഇഷ്ടം. അപ്പോൾ ഞാൻ ബൈത്തേട്ടനുള്ള ചായ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ഇത്തൂന് എനിക്ക് കൊണ്ടുപോകാനുള്ള റൈസ് ഉണ്ട്. എനിക്കിത് കുക്ക് ചെയ്യുമ്പോൾ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് അത് വെച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും ഒരു സൗകര്യമില്ല. അങ്ങനെ എടുത്താൽ എനിക്ക് സ്പീഡും കിട്ടുമല്ലോ. ഇപ്പോൾ അങ്ങനെ നമ്മൾ തുടക്കമല്ലേ. അപ്പോൾ ഇവിടെ ചോളം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അമ്മേരെ ദോശ വഴിയിലാവുന്നുണ്ട്, ദോശയും ചമ്മന്തിയും. അപ്പം നമുക്കൊന്ന് രസീച്ചിയുടെ അടുത്ത് പോയി നോക്കാം അല്ലേ. രസീച്ചിയുടെ അടുത്ത് ഇപ്പോൾ രസീച്ചിക്ക് അറിയില്ല ഞാൻ രസീച്ചിയുടെ അടുത്ത് പോകുന്ന കാര്യം. മാധവേട്ടാ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട്. രാവിലെ എന്താ ദോശ ചായ രസീച്ചി. ഇന്ന് പല്ലിച്ചിട്ട് കുറി ഇട്ടിട്ടൊന്നുമില്ല അല്ലേ. അപ്പം ഞാൻ രസീച്ചിയുടെ അടുത്ത് പോയി വരുന്ന സമയം കൊണ്ട് ഇത്തു എണീറ്റിട്ടുണ്ട്. ഇനിയൊരു ഗുസ്തിയാണ്. അയ്യോ, ഇതൊന്ന് റെഡിയാക്കി എടുക്കാനുള്ള സമയമില്ലേ. അങ്ങനെ ഞാനും ഇത്തും കൂടെ മോർണിംഗ് കുറച്ച് കൊഞ്ചൽസ് ഉണ്ട്. ഒന്ന് കൊഞ്ചിയാൽ മാത്രമേ ഇത്തൊന്ന് റെഡി ആവുള്ളൂ, എന്നാലേ കുറച്ചൊരു ബൂസ്റ്റപ്പ് ആവുള്ളൂ കുളിക്കാനും ഭക്ഷണം കഴിക്കാനെല്ലാം. അപ്പം നമ്മൾ കുറച്ച് അൺലിമിറ്റഡ് കൊഞ്ചൽസ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇത്തുവിനെ കുളിപ്പിക്കണം, ബ്രഷ് ചെയ്യണം, ഫുഡ് കൊടുക്കണം. അങ്ങനെ ഭയങ്കര വലിയ ചടങ്ങാണ്. അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല, കാരണം എനിക്ക് സ്പീഡ് കിട്ടില്ല. അപ്പം നമുക്ക് ഫുള്ള് റെഡിയായിട്ട് കാണാം ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട്. ഓക്കെ. അപ്പം ആ ഗുസ്തിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അടുക്കളയിൽ നോക്കുമ്പോഴത്തേക്ക് അടുക്കളയിൽ ചോളം റെഡി ആയിട്ടുണ്ട്. പിന്നെന്താ, പാർവി വന്നിട്ടുണ്ട്. പാർവി ഒരു അമ്മമ്മ കുട്ടിയാട്ടോ. അവൾക്ക് അമ്മമ്മേരെ ഫുഡാണ് ഇഷ്ടം. അമ്മമ്മേരെ ദോശയല്ല, ഇന്ന് പുട്ടായിരുന്നല്ലോ, സോറി പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. പുട്ടും സ്റ്റൂ ആയിരുന്നു. അങ്ങനെ ഞാനും ഇത്തും കുളിച്ചു, റെഡിയായി, പുട്ട് സ്റ്റൂ എല്ലാം കഴിച്ച് സെറ്റായി. ഇനി സ്കൂളിൽ പോകണം. നമ്മൾ കാസർഗോഡാണ് ഉള്ളത്. ഇത്തു കാഞ്ഞങ്ങാടുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനും കാഞ്ഞങ്ങാടാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മോളവിടെ ചേർത്തിയത്. അങ്ങനെ ഞാനും ഇത്തും കൂടെ ഡ്രൈവ് ചെയ്ത് കാറിൽ കാഞ്ഞങ്ങാടേക്ക് പോകും. അപ്പോൾ കുറച്ച് ലോങ് ആണ് ജേണി നമുക്ക്. അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങും, ഒരു 8 ആകുമ്പോൾ ഇറങ്ങും. അപ്പോഴത്തേക്ക് ഞാൻ മാത്രമല്ല കേട്ടോ, അമ്മയാണ് മെയിൻ. അമ്മ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര രാവിലെ എനിക്ക് റെഡിയാവാൻ പറ്റുന്നത്. അമ്മയാണ് നമ്മൾ മെയിൻ ബാക്ക് സപ്പോർട്ട്. പുറത്ത് പക്ഷെ ഭയങ്കര അതിഭീകര മഴയാണ്. എനിക്ക് മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. കാരണം കുറേ സമയമാകുമ്പോൾ നമുക്കിങ്ങനെ ഫോഗ് മിസ്റ്റ് എല്ലാം വരുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതെ, ഇങ്ങനെ മാനേജ് ചെയ്യണമെന്നെല്ലാം വൈദ്യുതം പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാലും എനിക്കൊരു ടെൻഷനാണ്. അപ്പോൾ നമ്മൾ പോട്ടെ കേട്ടോ, ഇനി കാഞ്ഞങ്ങാട് എത്തിയിട്ട് കാണാം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തു. നമ്മളിങ്ങനെ എപ്പോഴും യൂട്യൂബിലെല്ലാം കാണല്ലേ, മറ്റേ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ. ഞാൻ കുറേ ട്രൈ ചെയ്തതും പറ്റിയില്ല. ഞാൻ പിന്നെ അവസാനം ഇത്തുവിനോട് പറഞ്ഞു, മോളെ ഒന്ന് വീഡിയോ എടുത്ത് തരുമോ, അമ്മ ഡ്രൈവ് ചെയ്യുന്ന. ഇത്തു എടുത്ത വീഡിയോ ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം പിന്നെ മോളും കൊണ്ട് പോകുമ്പോൾ കുറേ ഗുസ്തി സർക്കസ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ നിർത്തി. അങ്ങനെ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയപ്പം കുറച്ച് ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് പിന്നെ നടക്കുക ചെയ്തത്. കാരണം അവിടെ എനിക്ക് വണ്ടി തിരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇത്തുവിനെ സ്കൂളിലാക്കി. അപ്പം ഇനി നാളത്തെ വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.